വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് ഈ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ഊഹിക്കാനായി സാധിക്കും കേട്ടോ. ആ രണ്ട് ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഭയങ്കര ഡിസ്കംഫേർട്ട് ഉണ്ടാവുന്നുണ്ട്, ഞാൻ തയ്ച്ചിട്ട ഡ്രസ്സാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്നേച്ച ഡ്രസ്സാണ്, അപ്പോഴൊന്നും എനിക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല, എനിക്ക് വണ്ണമൊന്നും അങ്ങനെ വെച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നു, അതെന്തുകൊണ്ടാണ്, പ്രഗ്നൻസിയുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കുട്ടി പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കി ചേച്ചി പോസിറ്റീവ് കിട്ടിയെന്ന്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇടുന്ന മെസ്സേജിന് അപ്പോൾ തന്നെ പ്രോംപ്റ്റ് ആയിട്ട് റിപ്ലൈ ലഭിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ജോയിൻ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ശേഷം 89 രൂപയ്ക്കും 159 രൂപയ്ക്കുമുള്ള മെമ്പർഷിപ്പ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾ ചെയ്ത് പേയ്മെന്റ് നടത്തിയതിന് ശേഷം വീണ്ടും ചാനലിലോട്ട് നിങ്ങൾ കയറുക. ശേഷം കാണുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ടെലിഗ്രാം ചാനലുകൾ ബാക്കിയുള്ള ടെലിഗ്രാം അക്കൗണ്ട് ബാക്കിയുള്ളതിനേക്കാളോ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സേഫ് ആയിട്ടുള്ളത് കൊണ്ടാണ് ടെലിഗ്രാം ചാനൽ തന്നെ എടുത്തത്. കാര്യം എൻ്റെ നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ നമ്പർ എനിക്കോ ഇനി നമ്മുടെ രണ്ട് കൂട്ടരുടെ നമ്പർ വേറെ ആർക്കോ കിട്ടാത്ത രീതിക്കുള്ളതാണ് ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ എടുത്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് വയറിലുണ്ടാകുന്ന അസ്വസ്ഥത. ലോവർ അബ്ഡമൻ ഭാഗത്തും അപ്പർ അബ്ഡമൻ ഭാഗത്തും നമുക്ക് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക. വളരെ ഷേപ്പിൽ നല്ല ഭംഗിക്ക് ഡ്രസ്സ് തയ്ച്ച് ഇടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഭയങ്കര ബോഡി ഫിറ്റ് ആയിട്ടുള്ള നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്, അടിവയറൊന്നും ഇങ്ങനെ വീർത്തിരിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അടിവയറിന്റെ പോർഷനിലായിരിക്കും. അടിവയറിന്റെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ നിങ്ങൾക്ക് വയറ് ചെറുതായിട്ടൊന്നൊരു വീർത്ത് വരുന്നത് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നത് കൊണ്ട് ആ ഒരു പോർഷനിൽ മാത്രം നിങ്ങൾക്കൊരു വീർത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ അപ്പർ അബ്ഡോമൻ പോർഷൻ, നമ്മുടെ പൊക്കളിന് തൊട്ട് മുകളിലായിട്ടുള്ള പോർഷൻ, ഈ ഒരു ഭാഗത്തേക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം കഴിയുമ്പോൾ, ഇപ്പോൾ ഫുഡ് കഴിച്ചു കഴിയുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിട്ടാകാം അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ആ ഫുഡൊക്കെ ദഹിക്കേണ്ട സമയമായിട്ടും പിന്നെയും നമ്മുടെ വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഡ്രസ്സൊന്നും അത്ര ടൈറ്റ് കംഫർട്ട് ആവുന്നത് പോലെ തോന്നുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്നില്ല, പക്ഷെ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ ഒരു തുടർച്ച എന്ന പോലെയോ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരുന്നുണ്ടെങ്കിൽ അതും പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി കൺസീവ് ആകുന്ന പല സ്ത്രീകൾക്കും ബ്ലോട്ടിംഗ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൊണ്ട് ഡൈജഷൻ സ്ലോ ആകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടും വയറ് നല്ല ഷേപ്പിലൊക്കെ ഡ്രസ്സ് ധരിച്ച് ഇടുന്ന ആളുകൾക്ക് ആ ഡിസ്കംഫേർട്ട് കൊണ്ട് നമുക്ക് ഡ്രസ്സസ് ഒന്നും ധരിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണെങ്കിലും അതിന് ഭയങ്കര ഇറങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഡിസ്കംഫേർട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വയറാണ് നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ശരീര അവയവം. രണ്ടാമതായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത് ബ്രസ്റ്റിന്റെ ഭാഗത്താണ്. രണ്ട് ബ്രസ്റ്റിന്റെ നിപ്പിളിന്റെ ഭാഗത്ത് നമുക്ക് ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റ് അനുഭവപ്പെടാം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് അതിന്റെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ അവയവങ്ങളും എല്ലാ ഓർഗൻസും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബ്രസ്റ്റിന്റെ ഭാഗത്തെന്ന് പറയുന്നത് ബ്രസ്റ്റിൽ മിൽക്കിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു സൈസ് ഷിഫ്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. പെട്ടെന്ന് തന്നെ 34 നിന്ന് 36 ആവുന്നതല്ല കേട്ടോ, പക്ഷെ ഗ്രാജുവലി ആ ഒരു സൈസിന്റെ ഹൈക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡ്രസ്സ് വന്ന് മുട്ടുന്ന പോർഷനിലൊക്കെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും. നിപ്പിളിന്റെ ഭാഗത്തൊക്കെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ഡ്രസ്സ് ഊരി മാറ്റുന്ന സമയത്താണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഡ്രസ്സ് ഇടുന്ന സമയത്തും ഡ്രസ്സ് ഊരി മാറ്റുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെയും
നോർമലി നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും ബ്രസ്റ്റിന് അവിടേക്കൊന്ന് തൊടുമ്പോൾ തന്നെ ആ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒന്ന് ബൾജായിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലെന്തോ നിറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ടെംപ്ടേഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി ചില ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ബ്രസ്റ്റിലെ ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പീരിയഡ്സ് ആകുന്നതിന് കുറച്ച് ദിവസം മുൻപുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ചില ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പീരിയഡ്സ് ആകുന്നതിന് 3-4 ഡേയ്സ് മുൻപായിരിക്കും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് അത് എൻഡ് ചെയ്യുന്നത് പീരിയഡ്സിലാണെങ്കിൽ അത് പ്രിമെൻസ്ട്രൽ സിംറ്റം ആണ്. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ വെയിറ്റ് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ മറ്റെന്തെങ്കിലും ഹൈക്ക് കൊണ്ടോ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും കേട്ടോ. ആഫ്റ്റർ ഓവുലേഷനും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ടും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് ഉണ്ടാകുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രോജന്റെ ഒക്കെ ഒരു ഡിപ്പ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു വേദന കുറയുകയും അല്ലെങ്കിൽ തീർത്തും മാറുകയും പിന്നീട് പീരിയഡ്സ് ഇൻഡ്യൂസ് ആയിട്ട് വരികയുമാണ് ചെയ്യുന്നത്. ആ ഒരു ലക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് അങ്ങനെയുള്ളൊരു അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങൾക്കില്ല. ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടും അതുപോലെ വയറിലുണ്ടാകുന്ന ഓൾമോസ്റ്റ് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടും വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ബ്രസ്റ്റിനെ എക്സാമിൻ ചെയ്യുവാണെങ്കിൽ പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ദിജോസ് വേൾഡ് ബ്രസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രസ്റ്റിൽ ഈ ഒരു ഹെവിനെസ് മാത്രമല്ലാതെ ബ്രസ്റ്റ് തൊടുന്ന സമയത്ത് കല്ലപ്പോ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ നിപ്പിളിൽ വ്യത്യാസം വരികയോ നിപ്പിളിൽ എരിയോള സൈസിൽ അതായത് നിപ്പിളിന് ചുറ്റുമുള്ള ആ ബ്രൗൺ കളറിലെ ആ കളർ മാറിയിട്ട് ബ്ലാക്ക് കളറിലായിട്ട് സ്വിച്ച് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് നിപ്പിള് ഭയങ്കരമായിട്ടും ഇജക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ അതായത് പുറത്തേക്ക് ഒരുപാട് നിപ്പിൾ തള്ളി നിൽക്കുന്നത് പോലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ അപ്പോഴും പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വയറിന്റെ ഭാഗത്ത് കുത്തുന്നത് പോലെയോ കൊളുത്തി വലിക്കുന്നത് പോലെയോ വലിഞ്ഞു മുറുകുന്നത് പോലെയോ ഇക്കിളി പോലെയോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ സ്റ്റൊമക് പെയിൻ ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം ഉണ്ടായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഈ ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. അതുപോലെ ചെറുതായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വന്നതിന് ശേഷവും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷണമില്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിച്ചോളാം. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം മാത്രം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിന് മുൻപ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ യൂറിനിലെ HCGയുടെ അളവ് വളരെയധികം കുറവാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.